ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എന്നെ ഒരാൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞത് അവർ ഇൻസ്റ്റഗ്രാമിൽ നിന്നും വൈറലായിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റിങ്ങിലൂടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പല വീഡിയോസും ജോയിൻ ചെയ്തുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് അവർ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഏകദേശം 3500ഓളം വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ കഴിയുമോ എന്നാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാം ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടല്ലോ എന്നാണ്. അതുപോലെ എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്ത് എടുക്കാം എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താണ് യൂട്യൂബിൻ്റെ റീയൂസ്ഡ് കണ്ടന്റ് പോളിസി എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന വീഡിയോസ് എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക. ഈ ഒരു പ്രോബ്ലം അവർക്ക് മാത്രമല്ല, ഒത്തിരി ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിരന്തരം ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഒഴിവാക്കി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാമെന്ന്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഞാൻ ശ്രീനിത്യ. അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ചാനൽ റീച്ചാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 ചാനൽസ് അവരുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങൾ അപ്പീൽ വീഡിയോയിലൂടെ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം സോൾവ് ആക്കി അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ 2 ചാനൽസാണ് ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അവർ ഇത് കാണുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അപ്പീൽ വീഡിയോ റെഡിയായി ചാനൽ മോണിറ്റൈസ് ആയത് എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യൂട്യൂബിൻ്റെ റീയൂസ്ഡ് കണ്ടന്റ് പോളിസി. നമ്മൾ എന്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമ നിങ്ങൾ അതുപോലെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഇപ്പോൾ സിനിമ എന്ന് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിളാണ്. മറ്റ് പല വീഡിയോസും നിങ്ങൾ അതുപോലെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ചിലരുടെ ഡൗട്ട് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ TV-യിൽ അവരൊരു സിനിമ കണ്ടു, ഇല്ലെങ്കിൽ ഒരു IPL മാച്ച് കണ്ടു, അത് അവരുടെ സ്വന്തം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതും റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഇനി മറ്റു ചിലരുടെ ഡൗട്ട് എന്ന് പറയുന്നത് മറ്റു ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ അവരുടെ അനുവാദത്തോടു കൂടി, അതായത് അവർ സ്ട്രൈക്ക് ഒന്നും തരില്ല എന്നുള്ള ഉറപ്പിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതും റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റിങ്ങിലൂടെ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതെല്ലാം റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഇനി നിങ്ങളുടെ ചാനൽ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസ് ആയി ഏണിങ്സ് ജനറേറ്റ് ചെയ്യാനും തുടങ്ങി. ഇനി ഏത് രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്താലും നമുക്ക് കുറച്ചുകൂടെ ഏണിങ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കയ്യിൽ കിട്ടുന്ന പല വീഡിയോസും ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസ് ആയ ചാനൽ റീയൂസ്ഡ് കണ്ടന്റ് വന്ന് ഡീമോണിറ്റൈസ് ആകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഏത് രീതിയിൽ നമ്മൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് നോക്കാം. യൂട്യൂബിന്റെ പോളിസിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് എടുക്കുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടി നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾ റിമൂവ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ സ്ക്രിപ്റ്റിന് മാറ്റം വരുത്തി നിങ്ങളുടേതായ രീതിയിൽ പുതിയ സ്ക്രിപ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ ആ വീഡിയോയിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. റീയൂസ്ഡ് കണ്ടന്റ് വരില്ല.
ഇനി മറ്റൊരു രീതിയെ പറ്റി പറയാം. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഒരു മൂവി ക്ലിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മൂവി ക്ലിപ്പിന്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ ഫേസ് റിയാക്ഷനും കൂടെ ആ മൂവി ക്ലിപ്പിന് അനുസരിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും, റീയൂസ്ഡ് കണ്ടന്റ് വരില്ല. ഇനി നിങ്ങളൊരു റീമിക്സ് വീഡിയോ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. മറ്റൊരു ക്രിയേറ്ററിന്റെ 10 സെക്കൻഡ്, 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെയുള്ള വ്ളോഗ് നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്നു. അപ്പോൾ ആ കാണിക്കുന്ന വ്ളോഗിനനുസരിച്ച് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ കൂടെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കമന്ററി കൂടെ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ യൂട്യൂബ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളുടെ കണ്ടന്റ് അവരുടെ അനുവാദത്തോടു കൂടിയോ ഇല്ല എങ്കിൽ ഡൗൺലോഡ് ചെയ്തോ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ പോരാ, നമ്മുടേതായിട്ടുള്ള വോയിസ് ഓവർ നൽകുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുകയോ അതും അല്ല എങ്കിൽ ഫേസോട് കൂടിയ നിങ്ങളുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് കാണിക്കുകയോ നിങ്ങളുടെ കമന്ററി നൽകിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടാതെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ ഈ രീതിയിൽ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടാതെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഇനി ഓൾറെഡി ആർക്കെങ്കിലും റീയൂസ്ഡ് കണ്ടന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു 90% വരെ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് മാറ്റി ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ, അതായത് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ID വെരിഫിക്കേഷൻ ചെയ്യുക, US-ന്റെ ടാക്സ് ഫോം ഫില്ല് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.